ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പുതിയ ഭരണാധികാരിയായിട്ട് ചുമതലയേൽക്കുന്നു. ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഓം ബിർളയാണ് സ്പീക്കറാണ് പോയത്. കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വിടവാങ്ങൽ പ്രസംഗം മുഹമ്മദ് യൂനിസിന്റെ സമീപത്ത് നിന്നുണ്ടായി. മുഹമ്മദ് യൂനിസ് പറയുന്നത് 18 മാസക്കാലത്തെ എൻ്റെ ഭരണത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാൻ ഞാൻ ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. സമുദ്രാതിർത്തി നമുക്ക് മാത്രമേ ഉള്ളൂ, അതിലൂടെ ഇന്ത്യക്ക് വലിയ പുരോഗതി ഉണ്ടാകുമായിരുന്നു, ഭൂട്ടാനും നേപ്പാളിനും ഒക്കെ ഗുണമുണ്ടാകുമായിരുന്നു. എന്നാൽ ഇതൊന്നും ഇന്ത്യ സമ്മതിച്ചില്ല. ഇന്ത്യക്ക് അതുകൊണ്ട് വലിയ കോട്ടം ഉണ്ടാകുമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പോകുന്ന പോക്കിലും ഒരു കുത്ത് തന്നിട്ടാണ് പോകുന്നത്. അത് അതൊരു കുത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിരാശയാണ് അത് കാണിക്കുന്നത്. അദ്ദേഹം ഈ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ സംസ്ഥാനങ്ങൾ, ആസാം അടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതുകൂടെ ബംഗ്ലാദേശിൽ ലയിപ്പിച്ച് വലിയൊരു ഗ്രേറ്റർ ബംഗ്ലാദേശ്, ഇതൊക്കെയായിരുന്നു മുഹമ്മദ് യൂനിസിൻ്റെ സ്വപ്നം. സ്വപ്നം കാണാൻ ടാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കെന്ത് സ്വപ്നം വേണമെങ്കിലും കാണാം. അതിൻ്റെ പേരിൽ അങ്ങനെ ചൈനയിൽ പോയി കാണുകയൊക്കെ ചെയ്തു. ഒന്നും നടന്നില്ല. മുഹമ്മദ് യൂനിസ് വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത്, അവർ മോസ്റ്റ് അണ്ടർ ഡെവലപ്ഡ് നേഷൻ, ഇതാണ് ബംഗ്ലാദേശിൻ്റെ സ്റ്റാറ്റസ്. ഇപ്പോൾ അമേരിക്ക അവരുടെ നിന്ന് പഞ്ഞ് വാങ്ങിച്ച് ടെക്സ്റ്റൈലാക്കിയാൽ സീറോ ഡ്യൂട്ടിയിൽ എടുത്തോളാം എന്ന് പറയാനുള്ളൊരു കാര്യം. സീറോ ഡ്യൂട്ടി ബംഗ്ലാദേശിൽ മാത്രമല്ല, പരമദരിദ്രന്മാരായ പിച്ചക്കാരായ രാജ്യങ്ങൾക്ക് സീറോ ഡ്യൂട്ടിയാണ്. പക്ഷെ പാകിസ്ഥാൻ, അമേരിക്ക മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളും സീറോ ഡ്യൂട്ടിയിൽ ഇമ്പോർട്ട് ചെയ്യും. കാരണം അവർക്ക് ദാരിദ്ര്യമാണ്, കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവരാണ്. അവർക്ക് എന്ത് ഡ്യൂട്ടി അടിക്കാനാണ്? പക്ഷെ പാകിസ്ഥാൻ 19% താരിഫ് ഏർപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ അങ്ങനെയല്ല കൂട്ടിയിരിക്കുന്നത്. മോസ്റ്റ് അണ്ടർ ഡെവലപ്ഡ് നേഷൻ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് പാകിസ്ഥാൻ പോയിട്ടില്ല, താഴ്ന്നിട്ടില്ല. ബംഗ്ലാദേശ് അങ്ങനെയല്ല, മോസ്റ്റ് അണ്ടർ ഡെവലപ്ഡ് ആണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ പെടുത്തിയിട്ട് സീറോ ഡ്യൂട്ടി ഇളവ്, സൗജന്യങ്ങൾ, അരി, പച്ചക്കറി, പലവ്യഞ്ജനം, നമ്മളൊക്കെ അരിയൊക്കെ കൊടുക്കുന്നില്ല അവർക്ക്. ആ ഗതികേടിൽ നിന്ന് പുറത്ത് കടക്കാനായിരുന്നു മുഹമ്മദ് യൂനിസ് നോക്കേണ്ടത്. പക്ഷെ അതിനല്ല അയാൾ വന്നത്. അയാൾ വന്നത് വേറെ ഉദ്ദേശത്തോടെയാണ്. ഇപ്പോൾ നോക്കൂ, ഞാൻ ഈ ജെൻസി കലാപം എന്ന് പറയുന്ന പരിപാടി, അതാണല്ലോ ബംഗ്ലാദേശിൽ നടന്നത്. വലിയ ബഹളം വയ്ക്കുക, വെടിവെപ്പ്, ബോംബ്, അത് ഇതൊക്കെ നടത്തുക, എല്ലാം കൂടെ ചേർത്തൊരു 5000-6000 പേര് മതി ഒരു മൊത്തം രാജ്യത്തെ അട്ടിമറിക്കാനായിട്ട്. ഇത് ജെൻസി കലാപം നടത്തി. കലാപത്തിൻ്റെ ഒടുവിൽ എന്ത് സംഭവിച്ചു? എത്രയോ കാലം ബംഗ്ലാദേശിൽ ഇല്ലാതിരുന്ന മുഹമ്മദ് യൂനിസ് പടിഞ്ഞാറുന്ന് വന്ന് ബംഗ്ലാദേശിൽ ലാൻഡ് ചെയ്ത് ബംഗ്ലാദേശ് ഭരിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ എത്രയോ കാലം ബംഗ്ലാദേശിൽ ഇല്ലാതിരുന്ന താരിഖ് റഹ്മാൻ വന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്നു. ഈ വിപ്ലവകാരികളെവിടെ? ഈ ബഹളം നടത്തി ഖാലിദാസ് ഇവരെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി എല്ലാം കൂടെ അങ്ങോട്ട് നേരെ ആക്കാൻ പോകണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജിമാരെ അടിച്ചോടിച്ചു ഒക്കെ ചെയ്തു. എന്നിട്ട് എന്ത്? എവിടെ ആ കക്ഷികളെവിടെ? അവരിപ്പോൾ പിക്ചറിലില്ല. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വരുന്നു, കുറച്ച് സീറ്റുകൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടുന്നു. ഈ വിപ്ലവകാരികളെവിടെ? അവർ മത്സരിച്ചിരുന്നല്ലോ, പച്ച തൊട്ടില്ലല്ലോ വിദ്യാർത്ഥി നേതാക്കൾ. ഇതിവിടെ മാത്രമല്ല, ബംഗ്ലാദേശ് മാത്രമല്ല, നേപ്പാളിൽ ജെൻസി കലാപം നടത്തി. ജെൻസിയാണോ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്? അല്ല. ശ്രീലങ്കയിൽ ജെൻസി കലാപം നടത്തി. ജെൻസിയാണോ ഭരിക്കുന്നത്? അല്ല. ഈ ജെൻസി ഈ കിടന്ന് ബഹളം വെച്ച് ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ, അത് ഭരണകൂടം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ വെടിവെച്ച് എത്ര പേരെ വെടിവെച്ചു കൊല്ലും. അങ്ങനെയായിട്ട് ഭരണകൂടം നിസ്സഹായരാകുന്ന അവസ്ഥയിൽ അവരെ നിഷ്കാസിതരാക്കിക്കൊണ്ട് എവിടെയോ കിടക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതാണ് നേപ്പാളിൽ നടന്നത്, ശ്രീലങ്കയിൽ നടന്നത്, ബംഗ്ലാദേശിൽ നടന്നത്. ഈ എക്സാമ്പിളൊക്കെ ഉള്ളപ്പോൾ പോലും ഇന്ത്യയിൽ പലരും ജെൻസി കലാപം സ്വപ്നം കാണുന്നു. രാഹുൽ ഗാന്ധി ജെൻസി കലാപം സ്വപ്നം കാണുന്നുണ്ട്. എന്താ ഉദ്ദേശം? എന്താ? ജെൻസി കലാപം നടത്തുക, എന്നിട്ട് എന്നെ പ്രധാനമന്ത്രിയാക്കുക, ഭരണകൂടത്തെ അട്ടിമറിക്കുക. കലാപം നടത്താൻ വേറെ ആള്, ഭരിക്കാൻ ഞാൻ. ഈ ക്വസ്റ്റൻ ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചത്, ബംഗ്ലാദേശിൻ്റെ
ആ ഡെപ്യൂട്ടി ഉണ്ട്, അങ്ങയുടെ പേരിപ്പോൾ എനിക്ക് വരുന്നില്ല, താരിഖ് റഹ്മാൻ കഴിഞ്ഞാൽ അടുത്ത ആൾ. അയാൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തു. ഞങ്ങളും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ബന്ധത്തിന് ഒരു കാരണവശാലും ഈ ഷെയ്ഖ് ഹസീന ഇഷ്യൂ ഒരു തടസ്സമാവില്ല. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ഇപ്പോഴും അത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ചെയ്താലേ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുള്ളൂ എന്ന് അർത്ഥമില്ല. ദാറ്റ് ഈസ് ആൻ ഇഷ്യൂ, വി വിൽ ഡീൽ ഇറ്റ് ലേറ്റർ. ഇതാണ് ആ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ ബംഗ്ലാദേശും ഭാരതവും തമ്മിലുള്ള ബന്ധത്തിൽ ഷെയ്ഖ് ഹസീന ഒരു കല്ലുകടിയാവാൻ പോകുന്നില്ല. ഷെയ്ഖ് ഹസീനയെ നമ്മൾ വിട്ടുകൊടുക്കുകയുമില്ല. അവർ വിട്ടുതരണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയുമില്ല. ഒരു എന്താ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വസ്റ്റൊക്കെ നിയമപരമായിട്ടൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ വിട്ടുതരണം, ഞങ്ങളുടെ നാട്ടിലെ കുറ്റവാളിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്തൊക്കെ ആയി അവിടെ കിടക്കും. ഇങ്ങനെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ അവർ കാണുന്നത്. അല്ല, ഈ താരിഖ് റഹ്മാൻ അധികാരത്തിൽ ഏറിയതിനു ശേഷം പറഞ്ഞൊരു നിലപാട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്, പക്ഷേ കാണുന്നത് പോലെ വലിയ ദൃഢമായ ബന്ധമാവില്ല എന്ന് പറഞ്ഞാൽ അവാമി ലീഗിൻ്റെ കൂട്ടായിരിക്കില്ല ഞങ്ങൾ എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഈ ജൻസി കലാപം ഉണ്ടാക്കി മുഴുവൻ അമേരിക്ക ആണെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണത്തിൽ വന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ BNP സർക്കാരിന് നാളെ അട്ടിമറിച്ചുകൂടെ? BNP സർക്കാരിനെ അട്ടിമറിക്കാം. അട്ടിമറിയുടെ ഒരു വലിയ ചരിത്രമുള്ള സ്ഥലമാണ് ബംഗ്ലാദേശ്. പാകിസ്ഥാനും അതേ ബംഗ്ലാദേശ് എത്ര തവണ അട്ടിമറിക്കപ്പെട്ടു. വീണ്ടും ഇനിയും അട്ടിമറി നടന്നു എന്നൊക്കെ വരാം. ഇപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ താരിഖ് റഹ്മാൻ വലിയ മര്യാദക്കാരനായിട്ടാണ് സംസാരിക്കുന്നത്. ബട്ട് അയാളുടെ ചരിത്രത്തിലെ അയാളുടെ പ്രസംഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഒന്നാന്തര ഇന്ത്യ വിരുദ്ധനാണ്, ഹിന്ദു വിരുദ്ധനാണ്, അസാമാന്യമായ ഇസ്ലാമിക് തീവ്രവാദം പറയുന്ന ആളാണ്. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അയാൾ വളരെ സമർത്ഥമായിട്ട് കളിച്ചു. അയാളുടെ തെരഞ്ഞെടുപ്പിൽ പത്രികയിൽ അയാൾ ഷെയ്ഖ് ഹസീനയെ പറ്റിയോ അവാമി ലീഗിനെ പറ്റിയോ നല്ലതോ ചീത്തയോ ആയ ഒരൊറ്റ കാര്യം എഴുതിയില്ല, പ്രകടന പ്രക്രിയയിലില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അവാമി ലീഗിലെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ പാർട്ടി നിരോധിക്കപ്പെട്ടു, പക്ഷേ അവർക്ക് വോട്ടുണ്ട്. ഈ വോട്ട് അവർ ആർക്ക് ചെയ്യും? താരിഖ് റഹ്മാൻ ചെയ്യും. ഒന്നുമില്ലെങ്കിൽ താരിഖ് റഹ്മാൻ ഒന്നും മിണ്ടിയിട്ടില്ല, ചീത്തയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾക്ക് ഇരിക്കട്ടെ. അങ്ങനെയാണ് താരിഖ് റഹ്മാൻ ഈ ഓവർവെൽമിങ് മെജോറിറ്റി വരുന്നത്. ഇത് കൂടാതെ അയാൾ അടുത്ത നമ്പറോ അതോ യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നു, പുതിയൊരു നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക, അവരുടെ ദേവാലയങ്ങൾ, ആരാധനാലയങ്ങൾ. ന്യൂനപക്ഷങ്ങൾ ബേസിക്കലി ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ഈ 3 ന്യൂനപക്ഷങ്ങളാണ് ബംഗ്ലാദേശിൽ എണ്ണപ്പെട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ ഹിന്ദുക്കളാണ് കൂടുതൽ. ഇവരെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ അവരും എന്ത് ചെയ്തു? പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ജമാഅത്തെ ഇസ്ലാമി ഈ ഓഫറൊന്നും പറയുന്നില്ല. അപ്പോൾ താരിഖ് റഹ്മാൻ അവർ വോട്ട് ചെയ്തു. അങ്ങനെ താരിഖ് റഹ്മാൻ ഇഷ്ടം പോലെ ഭൂരിപക്ഷം സംഗതിയായി. ഇതായി കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, BNP, ജമാഅത്തെ ഇസ്ലാമി, ബാക്കി ആരൊക്കെ മത്സരിക്കുന്നോ അതിലാര് ജയിക്കണം എന്നുള്ളത് നമ്മളുടെ സാധാരണ ഒരു വോട്ട്. ഇതിൻ്റെ കൂടെ ഒരു റഫറൻഡം കൂടെ നടന്നു. അതായത് ബംഗ്ലാദേശിൻ്റെ ഭരണഘടന മാറ്റാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണമോ വേണ്ടയോ? ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയുടെ തകരാറ് കൊണ്ടാണ് ഈ കൂടെയുള്ള അട്ടിമറികൾ സംഭവിക്കുന്നത്. അതിലവർ നമ്മളെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യ നോക്ക്, നമ്മളെക്കാൾ വൈവിധ്യവും നമ്മളെക്കാൾ വലിപ്പവും ഒക്കെ ഉണ്ടായിട്ട് പോലും അവിടെ അട്ടിമറി നടക്കുന്നില്ല. 5 കൊല്ലം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി 5 കൊല്ലത്തിനുള്ളിൽ നടക്കുകയാണ് തന്നെ അത് ജനാധിപത്യപരമായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്ന സർക്കാരിനെ താഴെയിട്ടിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഇതാണ് അവർ ചെയ്യുന്നത്. അവരുടെ സിസ്റ്റം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ബിക്കോസ് സിസ്റ്റം ഈസ് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ. ബംഗ്ലാദേശിൽ സിസ്റ്റമുണ്ട്, അത് സ്ട്രോങ് ആണ്, പക്ഷേ ഫ്ലെക്സിബിൾ അല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവും. ഫ്ലെക്സിബിൾ അല്ലാത്ത സാധനം വളയ്ക്കുമ്പോൾ ടക്കെന്ന് പറഞ്ഞ് ഒടിഞ്ഞു പോകുകയില്ല. മുള വളയ്ക്കുമ്പോൾ ഓടിയും, ചൂരൽ വളച്ചാൽ ഓടിയില്ല. ഇപ്പം ചൂരൽ പോലെയാണ് ഇന്ത്യ. വളയ്ക്കാം, എത്ര വേണമെങ്കിലും വളയ്ക്കാം, ഓടിയില്ല. മറ്റത് തൊട്ടാൽ ഒടിഞ്ഞു പോകും, ഉണക്കപ്പത്തൽ പോലെ. ഇത് മാറ്റേണ്ടത് ആവശ്യമാണോ അല്ലയോ? അപ്പോൾ അത് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട്
ആണ് റഫറണ്ടത്തിൽ റിസൾട്ട് വന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു ഡിമാൻഡ് വെച്ചു, ജയിച്ചു വന്നവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കുന്ന കൗൺസിലിലേക്കും കൂടെ സത്യപ്രതിജ്ഞ ചെയ്യണം. രണ്ടാമതായിട്ട് ഒരു സെക്കൻഡ് സത്യപ്രതിജ്ഞ അതിലും വേണം. ഭരണഘടനാ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പോലത്തെ ഒരു കൗൺസിലാണ്, ഭരണഘടന പുനഃപരിശോധിക്കുന്ന കൗൺസിൽ. താരിഖ് റഹ്മാൻ പറഞ്ഞു, അതേ ഒരു കാര്യം ഞാൻ പറയാം, ആര് ഭരിക്കണമെന്ന് ചോദിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്, മറ്റേതൊരു അഭിപ്രായ വോട്ടെടുപ്പാണ്. അഭിപ്രായം വന്നു, അഭിപ്രായത്തിൽ ഇതാണ് കൂടുതൽ, അതിന് സത്യപ്രതിജ്ഞ ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഒരു ഭരണഘടനാ കൗൺസിൽ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളുടെ മന്ത്രിസഭ വന്നിട്ട് ആ മന്ത്രിസഭ തീരുമാനിക്കും, എന്നിട്ട് നിങ്ങളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ മന്ത്രിസഭ തീരുമാനിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ഈ ഭരണഘടനാ കൗൺസിൽ ഉണ്ടാക്കും. അല്ലാതെ പ്രീഡിറ്റർമിൻ്റ് ആയിട്ടുള്ളൊരു കൗൺസിലിലേക്ക് ഞങ്ങൾ പാർലമെൻറ്റിൽ മെമ്പറാകുന്ന പോലെ കൗൺസിലിലേക്ക് മെമ്പറാകണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി അത് വലിയൊരു ചതിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. ഇയാൾ പറഞ്ഞു, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ നോക്ക്, തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റത് റഫറണ്ടം എന്ന് പറയുന്നത് അഭിപ്രായ വോട്ടെടുപ്പാണ്, അഭിപ്രായമാണ്, അത് അടിച്ചേൽപ്പിക്കാനുള്ളതൊന്നുമല്ല. പൊതുവെ ആൾക്കാർക്ക് തോന്നുന്നു ഭരണഘടന മാറ്റിയാൽ കൊള്ളാം, ശരി കൊള്ളാം, ചെയ്യാം. ഭരണഘടന മാറ്റുന്നത് എങ്ങനെ? ഞങ്ങളാണ് മാറ്റുന്നത് ഭരണഘടന. ഞങ്ങൾ മന്ത്രിസഭ കൂടി തീരുമാനിച്ച് പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കി നോമിനേഷനോ വോട്ടെടുപ്പോ നടത്തിയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കും. അതുണ്ടാകുന്നവരെ നിങ്ങൾ കാത്തിരുന്നേ പറ്റുള്ളൂ. ഇതാണ് താരിഖ് റഹ്മാൻ്റെ നിലപാട്. ഇപ്പോൾ തന്നെ അവർ തമ്മിൽ ടെൻഷനുണ്ട്. അതേസമയം മുഹമ്മദ് യൂനിസിനും വലിയ നിരാശയുണ്ട്. മുഹമ്മദ് യൂനിസ് ഈ ഭരണഘടനാ കൗൺസിൽ വെച്ചിട്ട് അതിൻ്റെ ചെയർമാനാകുകയൊക്കെ ചെയ്ത് താരിഖ് അൻവറിനൊപ്പം തലയെടുപ്പുള്ള ഒരു മനുഷ്യൻ. താരിഖ് അൻവർ ഭരിക്കുന്നു, പക്ഷേ മുഹമ്മദ് യൂനിസ് വിചാരിച്ചാൽ, ഈ കൗൺസിൽ വിചാരിച്ചാൽ ഭരണഘടനയെ തന്നെ മാറ്റി എഴുതാൻ പറ്റും. ഭരണഘടന മാറ്റി എഴുതി കഴിഞ്ഞാൽ താരിഖ് അൻവറിന് സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പോൾ ഹു ഈസ് മോസ്റ്റ് പവർഫുൾ? മുഹമ്മദ് യൂനിസ്. ഇങ്ങനെയൊക്കെ വരുമെന്ന് മുഹമ്മദ് യൂനിസ് പ്രതീക്ഷിച്ചു. താരിഖ് അൻവർ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തൻ്റെ സേവനം മതി, ചേട്ടനും ഇവിടുന്ന് സ്ഥലം വിട്ടു എന്നുള്ള മട്ടിൽ പ്രസ്താവന ഇറക്കി അത് നിർത്തിവെച്ചു. അപ്പോൾ താരിഖ് അൻവർ തൽക്കാലം നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അതിൻ്റെ പേരിലാണ് പേരിനെങ്കിലും ഒരു ഇൻവിറ്റേഷൻ മോദി അയച്ചിരിക്കുന്നത്. മോദി അവിടെ പോകാഞ്ഞതും ഒരു സിഗ്നലാണ്. വേണമെങ്കിൽ ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മോദിക്ക് പോകാമായിരുന്നു. പക്ഷെ മാലദ്വീപിൻ്റെ മുഹമ്മദ് മൊയ്സു അതുപോലെയുള്ള നേപ്പാളിൻ്റെ ഭൂട്ടാൻ്റെ ഒക്കെ ഭരണാധികാരികൾ ചെയ്യുന്ന ഒരു ലെവലിലേക്കല്ലല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പോകുമ്പോൾ. അങ്ങനെ കൂടി ഒരു കാര്യമില്ല അവിടെ. അല്ല, അതുകൊണ്ട്. പക്ഷേ അയൽവക്കം എന്നുള്ള നിലയ്ക്ക്, ക്ഷണിച്ച നിലയ്ക്ക് മോദിക്ക് പോകാം. ബട്ട് മോദി പോകാതിരുന്നത് അതിലൂടെ പോകുന്നൊരു മെസ്സേജ് അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്പർ 2, ഒരുപക്ഷെ ഷെഹബാസ് ഷെരീഫ് അവിടെ വന്നു വരും, പാകിസ്ഥാൻ പ്രധാനമന്ത്രി. അയാളുടെ കൂടെ കാണപ്പെടാൻ മോദി ആഗ്രഹിക്കുന്നുമില്ല. അവിടെ പോയിട്ട് ഷെഹബാസ് ഷെരീഫ് ഇരിക്കുന്നു എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ പറ്റുമോ? ഇല്ല. ഷെഹബാസ് ഷെരീഫ് ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ എൻഗേജ്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ബംഗ്ലാദേശ് സിനിജി ആലോചിച്ച് നോക്ക്, കൽക്കട്ടയിൽ പോകുന്ന ലാഘവമേ ഉള്ളൂ ഢാക്കയിൽ. കൽക്കട്ടയിൽ ഇറങ്ങാതെ ഒരു 15 മിനിറ്റ് കൂടെ പറന്നു കഴിഞ്ഞാൽ ഢാക്കയായി. ഇത്രയല്ലേ ഇവിടെ മിനിഞ്ഞാന്ന് വരെ ഇത് ഭാരതത്തിൻ്റെ പാർട്ടായിരുന്നല്ലോ. ബംഗ്ലാദേശ് അത്ര ദൂരമുള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ മോദിക്ക് അവിടെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. തൻ്റെ ഷെഡ്യൂളിൽ പെടുത്തിയിട്ട് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. അത് ചെയ്യാഞ്ഞത് ഒരു മെസ്സേജ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും പിന്നെ ഈ എംബറാസ്മെൻറ്റ്, ഇയാളുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വരവോ സാന്നിധ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന എംബറാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഏതായാലും തൽക്കാലം ബംഗ്ലാദേശുമായിട്ട് നമ്മുടെ ടെൻഷൻ ഒന്ന് കുറഞ്ഞു. ഇല്ലാതൊന്നും ആയിട്ടില്ല, ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ബാക്കിപത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.